ഹായ് എവരി വൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡിന്നർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗ്രീൻ ചിക്കനും ഗ്രീൻ റൈസും ആണ് ഇന്നത്തെ ഡിന്നറിന് ഉണ്ടാക്കുന്നത്. നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഗ്രീൻ ചിക്കൻ, ഗ്രീൻ ഐറ്റംസ് എല്ലാം ഈ ചിക്കനിൽ ചേർക്കുന്നുണ്ട്. മല്ലിയില, പുതിനയില, കറിവേപ്പില, ഇത് മൂന്നുമാണ് മെയിനായിട്ട് ഗ്രീൻ ചിക്കനിലേക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ എല്ലാ ഗ്രീൻ ഐറ്റംസും ഇഞ്ചിയും ഗാർലിക്കും കൂടി ഒന്നിച്ച് മിക്സിയിൽ അടിച്ചെടുത്ത് പേസ്റ്റാക്കി നമ്മുടെ ചിക്കനിലേക്ക് മാറിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കൂടെ കുറച്ച് പാകത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് മാറിനേറ്റ് ചെയ്യാൻ വെക്കാം. പെട്ടെന്ന് മസാല പിടിക്കാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ ചിക്കനെ. ഈ ഒരു സമയത്ത് നമുക്ക് നെയ്ച്ചോറ് അഥവാ ഗീ റൈസ് റെഡിയാക്കാം കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ പ്രത്യേകം പറയേണ്ടതൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ്. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവർക്കും അറിയുന്നതാണ്. ഗീ റൈസ് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പരിപ്പ് കറിയും അടുപ്പത്തുണ്ട് കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ കഴിക്കുമ്പോഴും ഈ കോമ്പിനേഷൻ ഉണ്ടാക്കുമ്പോഴും എനിക്ക് ചെറുപ്പത്തിൽ ഒരുപാട് ഓർമ്മകൾ വരും കേട്ടോ. എൻ്റെ മാമൻ്റെ വീട്ടിൽ താമസിക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് ഡേ എനിക്ക് മാമി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരുന്നതാണ് ചിക്കൻ ഫ്രൈയും പരിപ്പ് കറിയും ഗീ റൈസും. ഈ ഒരു സമയം വേനലവധി സ്റ്റാർട്ട് ചെയ്യുകയാണ്, സ്കൂൾ അടക്കാൻ പോവുകയാണ്. ഈ ഒരു സമയത്ത് തന്നെയാണ് എക്സാം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ സന്ധ്യയ്ക്ക് ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് പോകും. ആ പോകുന്ന വഴിക്ക് തന്നെ മാമൻ വിളിച്ചു പറയും, തസ്നി ഉണ്ട് കേട്ടോ കൂടെ, ഇന്ന് സ്പെഷ്യൽ ഉണ്ടാക്കണേ. ഇപ്പം എൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു ഐറ്റം മാമി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അന്നത്തെ ഡിന്നറിന് ഇതായിരിക്കും സ്പെഷ്യലായിട്ട് ഉണ്ടാകുക. 1-2 ദിവസത്തേക്കല്ല കേട്ടോ. അന്നൊക്കെ ഞാൻ വെക്കേഷന് മാമൻ്റെ അടുത്ത് നിൽക്കൽ 2 മാസത്തോളം. സ്കൂള് തുറക്കുന്ന ഒരു ദിവസം മുന്നേ മാത്രമേ എൻ്റെ സ്വന്തം വീട്ടിലേക്കൊന്നും ഞാൻ വരാറുള്ളൂ. അത്രയും ഒരു ബന്ധമാണ് മാമൻ്റെ വീടുമായിട്ട് എനിക്ക്. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ മാറിനേറ്റ് ചെയ്ത ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴുള്ള ആ ഒരു മണം ഉണ്ടല്ലോ, ഭയങ്കര മണമാണ്. അസാധ്യ രുചിയാണ് ഈ ഒരു റെസിപ്പിക്ക്. അതേപോലെ തന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യാനും പിന്നെ രുചി കൂടാനും എപ്പം ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില മേലെ ഇട്ട് കൊടുക്കുമല്ലോ, അതും ഭയങ്കര ടേസ്റ്റും ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മണം ഉണ്ടാവും. ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു റെസിപ്പി. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനൊക്കെ മാറ്റി കൊടുക്കാം. ഇങ്ങനെ പഴയ ഓർമ്മകളൊക്കെ അയവിറക്കിക്കൊണ്ട് ഈ ചിക്കനും ആ ചിക്കൻ ഫ്രൈ ചെയ്ത പൊടിയൊക്കെ കൂട്ടി ഞാൻ നല്ലൊരു ഡിന്നർ കഴിച്ചു കേട്ടോ.